ഹലോ നമസ്കാരം. നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഒന്ന് MA സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ MA സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ MA സൈക്കോളജി ഇഗ്നോയിൽ പഠിക്കുന്ന ഒരാളാണ്. റെഗുലറായിട്ട് ഞാൻ ഡിഗ്രി ചെയ്താണ് MG യൂണിവേഴ്സിറ്റിയിലെ കീഴിൽ. അപ്പോൾ അതിനുശേഷമാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഈ MA സൈക്കോളജി ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ നമുക്ക് ഇതിനൊക്കെ തരണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം, ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ബെനിഫിഷ്യലായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് ഇയറൊക്കെ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഈ ഒരു വീഡിയോ വളരെ ഗുണപ്രദമാകും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കേതായാലും വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പല പാർട്ടുകളായിട്ടാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, പുതിയൊരാളാണെങ്കിൽ അവർ ചിലപ്പം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ ആർക്കാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നോൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടി പറ്റുമോ? അപ്പോൾ ഇങ്ങനെ വരുന്ന രണ്ട് കൂട്ടർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് MA സൈക്കോളജി ഏതൊരാൾക്കും ഇഗ്നോയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ. ആ പ്രോസസ്സ് നമുക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഏതൊരാൾക്കും പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡിഗ്രി ഏതാണെന്നുള്ളത് വിഷയമല്ല. ഇനിയിപ്പോൾ നിങ്ങൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് പോകാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പം എന്നെ പോലെ ഞാൻ അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇഗ്നോയിൽ ചെയ്യുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. കാരണം നല്ല സിലബസാണ്, നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലറായിട്ട് സൈക്കോളജി ഇഗ്നോയിൽ എടുക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. റെഗുലറായിട്ട് പോയ ആളുകളെ MA സൈക്കോളജി ചെയ്യുന്ന ആൾക്കാരെയും നമ്മളെയും വെച്ച് നോക്കുമ്പം ചില തരത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആളുകളിൽ നിന്ന് പരിഗണന ലഭിക്കുന്നതിനകത്തും ചില ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിനകത്തൊക്കെ കുറച്ച് പോരായ്മകളുണ്ടെങ്കിലും പക്ഷെ നമുക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള. ഇനി നിങ്ങൾ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് സൈക്കോളജി പോകാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പോൾ വീട്ടമ്മയായിരിക്കുക, അല്ലെങ്കിൽ ജോലിയുണ്ട്, അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് MA സൈക്കോളജി ഇഗ്നോയിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ്. മറ്റ് ഏതൊരു ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇഗ്നോയിൽ നിന്നാണ്. കാരണം പലയിടത്തും ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അങ്ങനെ പല യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈക്കോളജിയിൽ. പക്ഷെ അതൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇഗ്നോയിൽ നിന്ന് സൈക്കോളജി എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കേണ്ടത് ഇഗ്നോയിൽ നിന്നാണ്. കാരണം സിലബസും നല്ലതാണ്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന നിലയിലുള്ള പലതരത്തിലുള്ള പരിഗണനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയമാണ്, ഞാൻ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, എനിക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഏതൊരാളും വിചാരിച്ചാലും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കാണ്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സ്മാരിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുത്ത് പോകാൻ പറ്റുന്ന ഒരു സിലബസും ആണ് ഇഗ്നോയുടേത്. മാത്രമല്ല അതിൻ്റെ ഒരു എക്സാം വാല്യുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാല്യുവേഷൻ രീതികളാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് പേര് നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഈ ഇഗ്നോയിൽ സൈക്കോളജി എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ സൈക്കോളജി എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് MA സൈക്കോളജി എടുത്തതിന് ശേഷം, ഇഗ്നോയിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കിട്ടാൻ ഇച്ചിരി പാടാണ്, എസ്പെഷ്യലി കേരളത്തിൽ. കാരണം
റെഗുലർ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇഗ്നോയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഇല്ല, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ MS സൈക്കോളജി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജോലിക്കൊക്കെ ശ്രമിക്കുമ്പം നിങ്ങൾ ഡിസ്റ്റൻസുകാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവഗണിച്ച് വിടുകയാണ് ചെയ്യാറുള്ളത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പം RCI എന്ന് പറയുന്ന ഒരു കൗൺസിലുണ്ട്, അതായത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. നമ്മുടെ MS സൈക്കോളജിക്ക് ശേഷം ഈ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിനകത്ത് ജോയിൻ ചെയ്ത് നമുക്ക് RCIയുടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയ്ക്ക് എത്തിച്ച് ചെയ്യാം. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ കോഴ്സുകൾ, എവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ സ്റ്റൈഫൻ്റ് എത്ര, ഫീസ് എത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചേക്കാം, നിങ്ങളൊരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ MS സൈക്കോളജി കൊണ്ട് നിർത്താനായിട്ട് ഉദ്ദേശിക്കരുത്. തുടർന്ന് ഉള്ള 1 വർഷത്തെയോ 2 വർഷത്തെയോ കോഴ്സുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ അപ്പം ഇത്രയാണ് ഒരു ഇൻട്രോ എന്ന നിലയിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട, ഇഗ്നോയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പം ആർക്കൊക്കെയാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? ഇപ്പോൾ ഏതൊരു ഡിഗ്രി എടുത്ത ഒരാൾക്കും ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ നമ്മളിത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടുന്ന 2 ടൈമിലായിട്ടാണ്. ഒന്ന് ജാനുവരിയിലുണ്ട്, രണ്ടാമത് ജൂൺ സർക്കിൾ. ഇങ്ങനെ 2 സർക്കിളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അപ്പം ഇത് സിമ്പിളാണ്. നമ്മുടെ ഈ കോപ്പികൾ, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്താണ് നമുക്ക് എത്രത്തോളം ഫീസ് വരും എന്നുള്ളത്. ഇപ്പം മറ്റ് യൂണിവേഴ്സിറ്റികളിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവിടുത്തെ ഫീസ് വളരെ കുറവാണ്. ഇപ്പം 1 വർഷത്തേക്ക് 10,000 രൂപയാണ് വരുന്നത്. കാരണം 1 വർഷത്തേക്ക് 10,000 രൂപ വരുമ്പം നമുക്ക് വേറെ അഡീഷണൽ യാതൊരു ചിലവില്ല. ഇപ്പോൾ ഒരു കോളേജിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ എല്ലാ ദിവസവും എഴുന്നേറ്റ് കോളേജിൽ പോകണം, അതിനുള്ള ചിലവുകൾ വരും. അവിടുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ചിലവുകൾ വരും. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇഗ്നോയിൽ അത്തരത്തിലുള്ള യാതൊരു ചിലവുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫീസ് 10,000 രൂപയാണ് വരുന്നത് കൊണ്ട് തന്നെ ഈ 10,000 രൂപയ്ക്ക് ഏറ്റവും നല്ലൊരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ ഫീസ് ആണെന്ന് നമുക്ക്, ഈ 10,000 രൂപയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് 10,000 രൂപ നമ്മൾ അടയ്ക്കുന്നത് ഫസ്റ്റ് ഇയറിലേക്കാണ്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ഒരു 10,000 രൂപയും കൂടെ അടയ്ക്കേണ്ടതുണ്ട്. അപ്പം മൊത്തം നമുക്ക് 20,000 രൂപയാണ് ഫീസായിട്ട് വരിക. അറൗണ്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 20,000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് എക്സാം ഫീ ഉണ്ട്. എക്സാം ഫീ ഒരു പേപ്പറിന് 200 രൂപ വീതമാണ് വരുന്നത്. അതിപ്പോൾ വർദ്ധിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 200 രൂപ അത്ര ആ ഒരു റേഞ്ചിലാണ് ഞങ്ങളൊക്കെ അടച്ചത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ ഫീസുണ്ട്. റീവാലുവേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീവാലുവേഷൻ ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ ഫീസ് വരും. പിന്നെ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ പൈസ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം, ഇൻറ്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യണം, ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ് ഉണ്ട്, അതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതിനല്ലേ 200 രൂപ വീതമാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ പലപ്പോഴും ഫീസ് വരാറുണ്ട്. അവിടെ 3,000 മുതൽ 5,000 6,000 ഒക്കെ വരുന്ന ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 1 മാസത്തെ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് നമ്മൾ 1 മാസത്തേക്ക് ചെയ്യണം, അതിന് വേണ്ടിയുള്ള ഫീസ് വരും. പിന്നെ പ്രോജക്റ്റിൻ്റെ ഫീസ്. പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തേക്കുന്നത് പോസിറ്റീവ് സൈക്കോളജിയാണ്. കാരണം ഗൈഡുമാരുടെ ഒരു അവൈലബിലിറ്റി കുറവ് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് പ്രോജക്റ്റ് എടുക്കാഞ്ഞത്, പോസിറ്റീവ് സൈക്കോളജി എടുത്തത്. അപ്പം ഏകദേശം ഒരു പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 6,000 മുതൽ 15,000 രൂപ വരെ ഫീസ് വരും. ആ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഗൈഡിന് കൊടുക്കേണ്ട പൈസ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൈസകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർക്ക് ഏകദേശം എക്സ്പെൻസ് ആയത് ഈ ഒരു റേഞ്ചിലാണ് എക്സ്പെൻസ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഇഗ്നോയിൽ പഠിക്കാനുള്ള ഫീസായിട്ട് വരിക. ഇനി ആർക്കാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്, അതായത് ഒന്ന് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു കോഴ്സാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ഒപ്പം നിങ്ങൾക്ക് എന്താണ് റെഗുലറായിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് റെഗുലറായിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ പോകണം. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇനി നിങ്ങൾ ജോബാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. കാരണം MA സൈക്കോളജി ചെയ്തതിന് ശേഷം നമുക്ക് ജോലി സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഒരുപാട് സഫർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജോലികൾ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ PSC ഒക്കെ എഴുതി അങ്ങനെയുള്ള ജോലികളൊക്കെ നോക്കേണ്ടി വരും. ഈ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ അതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളത് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്താണ് നമ്മുടെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സംബന്ധിച്ചിടത്തോളം അല്ലെ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. പലർക്കും ഇഗ്നോയിൽ പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യമാണ് എന്ത് ജോലി ലഭിക്കും ഇത് പഠിച്ചാൽ. അപ്പോൾ പൊതുവേ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കുക, ഓക്കെ MA സൈക്കോളജി ഞാൻ ചെയ്ത് വെറുതെ വേസ്റ്റായിപ്പോയി, എനിക്ക് യാതൊരു ജോലിയില്ല, എനിക്കിനി തുടർന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, PSCയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ MA സൈക്കോളജി ചെയ്താലോ അല്ലെങ്കിൽ BSc സൈക്കോളജി BA സൈക്കോളജി ചെയ്താലോ നമുക്ക് PSCയിൽ അപ്ലൈ ചെയ്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമ്മൾ എടുക്കത്തില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ റെഗുലറായിട്ടല്ല പഠിച്ചത് എന്നതുകൊണ്ട്. റെഗുലർകാരെ ഒഴിവാക്കണമെന്ന് നിയമമൊന്നുമില്ല, പക്ഷേ പല ആൾക്കാരും അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയില്ല, കാരണം അത് വളരെ സങ്കീർണമായി കിടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും റെഗുലർ പഠിക്കുന്ന ആൾക്കാർക്കാണ് കുറേ കൂടി നമ്മളെങ്ങാനും പ്രിഫറൻസ് കിട്ടുക എന്നുള്ളത്. പക്ഷേ എങ്കിലും ചില ഏരിയയിലൊക്കെ ആൾക്കാരെയൊക്കെ എടുത്ത് കാണാറുമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കേരളത്തിന് വെളിയിലാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഈ ഇഗ്നോയിൽ MA സൈക്കോളജി ചെയ്തതിന് ശേഷം ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കേരളത്തിന് വെളിയിലും പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ഹയർ എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പം നമുക്ക് ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. PhD ഉണ്ട്, MPhil ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, SID എന്ന് പറയുന്ന വേറൊരു കോഴ്സുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം പലർക്കും അറിയാൻ മേലാത്ത ഒരു ഏരിയ കൂടിയാണ് ഇത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഹയർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ മറ്റ് പല കേരളത്തിനകത്ത് തന്നെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഹയർ എഡ്യൂക്കേഷന് പോകാൻ വേണ്ടി പറ്റത്തില്ല, കേരളത്തിന് വെളിയിലേക്ക് പോകാനായിട്ട് പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം വീട്ടമ്മമാരായിട്ട് ഉള്ള ആൾക്കാർക്ക് അവർ MA സൈക്കോളജി ചെയ്തു, പക്ഷെ അവർക്ക് കേരളത്തിന് വെളിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് കേരളത്തിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കൗൺസിലിംഗ് കോഴ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഗ്നോയിലാണ് ചെയ്തത് കൊണ്ട് തന്നെ, റെഗുലർ അല്ലാത്തതുകൊണ്ട് തന്നെ പലയിടത്തും നമ്മളെ പുച്ഛിക്കാറാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ റെഗുലർ അല്ലല്ലോ എന്നുള്ള നിലയിൽ. അപ്പം പക്ഷേ നിങ്ങളിപ്പോൾ ഓർക്കുക, നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഡിസ്റ്റൻ്റായിട്ട് മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഗ്നോയുടെ കോഴ്സാണ് ഏറ്റവും നല്ലത്. കാരണം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡിസ്റ്റൻ്റായിട്ട് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനേക്കാൾ വാല്യൂ അല്ലെ ആക്സെപ്റ്റൻസ് നമുക്ക് ഇഗ്നോയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ലഭിക്കാറുണ്ട്. ഓക്കെ, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്താണ് നമ്മുടെ സിലബസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇഗ്നോയുടെ സിലബസ് എന്ന് പറയുന്നത്. അതായത് ഡിഗ്രി സിലബസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെഗുലറായിട്ടാണ് പഠിച്ചത്, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിച്ചത്. ഇപ്പം ഞാൻ ഈ ഡിഗ്രിയുടെ സിലബസ് എടുത്ത് നോക്കിയപ്പം എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ സിലബസ് MG യൂണിവേഴ്സിറ്റി സിലബസിനേക്കാൾ ഫാർ ബെറ്ററാണ്. കാരണം ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ന്യൂറോ സൈക്കോളജി എൻ്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്, അത് കവർ ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സൈക്കോളജി ഉണ്ട്, ഒരുപാട് ഓൾമോസ്റ്റ് ഇമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട് ഇഗ്നോയുടെ ഡിഗ്രി സിലബസ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഡിഗ്രിക്കകത്ത് കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ഇഗ്നോയുടെ ഡിഗ്രിക്കകത്ത് ഇവർ കൊടുക്കുന്നുണ്ട്, തിയറികൾ കാര്യങ്ങൾ.
അതൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡിഗ്രിയുടെ സിലബസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എം എ സൈക്കോളജിയുടെ സിലബസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതൊന്നും നമുക്ക് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി സിലബസിലോ കേരളയിലൊക്കെ അത്ര അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഉണ്ടോയെന്ന്. എനിക്ക് കാണാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം അത് കുറേ കൂടി ഓൾഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കാനാണ് ചാൻസ്. ഇത് പക്ഷേ വളരെ ന്യൂ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന സിലബസാണ് ഇതുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുസ്തകങ്ങളും സിലബസും അതിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇഗ്നോയുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ സൈക്കോളജി ബേസ് ഇല്ലെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാനോ പഠിച്ചെടുക്കാനൊക്കെ കുറച്ചും കൂടെ പാടാണ്. കാരണം ഇതൊരു ഗൈഡൻസ് എന്ന നിലയിൽ മാത്രമേ ഇവർ ഈ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമുക്ക് ചില ഹിൻസ് തരും പല കാര്യങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ പേഴ്സണാലിറ്റി തിയറിയെ സംബന്ധിച്ചുള്ള ആൾപോർട്ടിൻ്റെ തിയറിയെ സംബന്ധിച്ച് എന്താണ് ആൾപോർട്ടിൻ്റെ തിയറീസ് എന്ന് നമുക്കത് വായിച്ച് കഴിഞ്ഞാൽ മൊത്തം മനസ്സിലാവത്തില്ല. പക്ഷെ നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ടാകും. ആ പോയിന്റ് വെച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് ആ ഒരു ബേസ് എന്ന നിലയിൽ ഇത് ഗംഭീര സാധനമാണ്. കാരണം പുതിയ പുതിയ പല ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇഗ്നോയുടെ സിലബസ് MA സിലബസ് വളരെ ബെറ്റർ ആയിട്ടുള്ള സിലബസാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് ചിലപ്പോൾ തെറാപ്പി പറയുമ്പോഴും അതുപോലെ തന്നെ സൈക്കോപത്തോളജിയൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് കേസുകളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്ക് ഈ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ചിലപ്പം ചില കീ ടേംസുകളുണ്ട്. ആ കീ ടേംസുകൾ ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാകത്തുള്ളൂ. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ അത് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ കീ ടേംസ് പറഞ്ഞിട്ട് വീണ്ടും കുറേ 4-5 വഴികൾ താഴെയായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇഗ്നോയുടെ ടെസ്റ്റ് ഫോളോ ചെയ്യുന്നതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അത് നമുക്ക് വേറെ എന്താ അഡീഷണൽ ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കത് മേക്കപ്പ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിലബസിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സിലബസായിട്ടാണ് എൻ്റെ ഒരു ഇംപ്രഷൻ ഇഗ്നോയുടെ സിലബസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിരിക്കേണ്ട സാധനമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം നിങ്ങളും ഇത് അനുഭവിക്കേണ്ടി പോകുന്ന ആളുകളാണ്. ഒന്നാമത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 മണിക്കൂറാണ് എക്സാം കിട്ടുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കതിനകത്ത് എഴുതി ഫലിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും സാധിക്കാതെ വരും, സമയം തികയാതെ വരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപടി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പം ഒരു വശത്ത് നോക്കിയാൽ നമുക്ക് ഈസിയാണ്, കാരണം ആ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പക്ഷേ നമുക്ക് കാര്യമായിട്ട് തന്നെ ഈ വിഷയം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നിരാശയായിരിക്കും ഉണ്ടാവുക. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ, അത് മാത്രം പഠിച്ചാൽ നമുക്ക് ജയിക്കുമല്ലോ എന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് വളരെ മോശം അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന് പല ഗൈഡുകൾ കിട്ടും, അതൊക്കെ വെച്ചിട്ട് ആളുകൾ പഠിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതുള്ള. പിന്നെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 മാർക്കിൻ്റെ ഒരു പാറ്റേണാണ് ഉണ്ടാവുക. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എഴുതിയാലും ഇവർ മാർക്ക് തരത്തില്ല എന്നുള്ള ഒരു 50% മാർക്ക് വരെ ഇവരൊക്കെ എങ്ങനെയൊക്കെ തരും. അല്ലെങ്കിൽ ജയിപ്പിക്കാനൊക്കെ നല്ല പാടാണ്. പക്ഷേ എന്താണ്, അതിന് മുകളിലേക്ക് ഇവർ മാർക്ക് ഒരിക്കലും തരാറില്ല. ഇപ്പോൾ മാർക്ക് കുറയ്ക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ഒന്നും അത്ര ക്ലിയർ ആയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. പിന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് എഴുതേണ്ടത് ഏകദേശം ഒരു 50 പേപ്പർ വീതമാണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ഇതിനും ഓരോ സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ഒരു 50 പേപ്പർ 60 പേപ്പറൊക്കെ എഴുതിയാൽ മതിയാവും. ഞാൻ ആദ്യ സമയത്തൊക്കെ എഴുതിയത് 120 പേപ്പറൊക്കെയാണ് ഒരു അസൈൻമെൻറ്റ് എഴുതിയത് ഒരു സബ്ജക്റ്റിൻ്റെ. അപ്പം അത് ഒത്തിരി എഴുതി, കാരണം എനിക്കറിയത്തില്ല എത്ര പേജ് എഴുതണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, ഒരു 60 പേജൊക്കെ വളരെ വൃത്തിക്ക് നല്ല ഇതായിട്ട് നമ്മൾ A4 തന്നെ എഴുതിയാൽ മതിയാവും. നല്ല വൃത്തിക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും.
അപ്പം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 70% മാർക്ക് എക്സാമിൻ്റെയും 30% മാർക്ക് അസൈൻമെൻറ്റിൻ്റെയാണ് വരുന്നത്. നമുക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യേണ്ടി പറ്റുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 90-94 ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അതുപോലെ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സാമിനകത്ത് മാർക്ക് കുറഞ്ഞു പോയെങ്കിലും ഈ ഒരു അസൈൻമെൻറ്റിന് മാർക്കും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്കോർ മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത്, ഞാൻ പഠിച്ചത് ഈ ഇഗ്നോയുടെ ടെസ്റ്റ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇഗ്നോയുടെ ടെസ്റ്റ് വെച്ചിട്ട് പഠിച്ചു. പിന്നെ വെളിയിൽ നിന്ന് കുറേ ബുക്കുകൾ വായിച്ചു. ഞാനിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സൈക്കോളജി. അവരെന്താണോ പറയുന്നത്, ക്ലാസ്സിൽ പറയുന്നത്, അത് കേട്ട് ഞാൻ പോയി എക്സാം എഴുതുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇഗ്നോയിലായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങൾ സ്വന്തം നിലയിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കി ആ രീതിയിലാണ് ഞാൻ പഠിച്ചത്. ഇഗ്നോയുടെ ടെസ്റ്റ് അതിനകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് വീഡിയോസ് കിട്ടും. സ്വയം പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ ഈ PG അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ചില സൈറ്റുകൾ, നാഷണൽ ലൈബ്രറി ഉണ്ട്, അതുപോലെ തന്നെ ലിബ്ജനിൽ നിന്ന് നമുക്ക് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PG പാഠശാല എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് തന്നെയാണ്. നമ്മുടെ ബുക്കുകൾ ഇച്ചിരി ടഫായിട്ട് തോന്നുന്ന ഏരിയ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് നോട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അതായത് PG പാഠശാല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഇഗ്നോയിലെ മോസ്റ്റ് വൃത്തികെട്ടൊരു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് ഇൻറ്റേൺഷിപ്പുണ്ട്. ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്യുന്നത് 2023 മെയിൽ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു സ്ഥലത്തും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡിസംബറിൽ ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നത്. 2023 ഞാൻ ജോയിൻ ചെയ്ത് സാന്ത്വനയിലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവിടെ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് ഒരുപാട് ക്ലയൻറ്റിനെയും കാര്യങ്ങളെ കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഞാൻ ഏതൊരാളും എന്നോട് ചോദിച്ചാൽ ഞാൻ സാന്ത്വനയിൽ പൊക്കോളാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സാന്ത്വന എന്ന് പറയുന്നത്. എറണാകുളത്താണ് ഈ സ്ഥലം. അപ്പം അങ്ങനെ ചെയ്യേണ്ടി പറ്റും. ഇനി ഇൻറ്റേൺഷിപ്പിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ 5000 രൂപയാണ് ഫീസ് ചോദിക്കുന്നത്, ഗവൺമെൻറ് ഫീസാണ്. പിന്നെ ചില നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇപ്പം സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട്, അവിടെയൊക്കെ നമുക്ക് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഹോമിയോ ആയിട്ട് ബന്ധപ്പെട്ട്, അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ജില്ലാ ആശുപത്രികൾ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ആശുപത്രി ഉണ്ട്, അവിടെ നമ്മൾ എടുക്കും. കോട്ടയത്ത് സൈക്കോളജിസ്റ്റ് ഉള്ള ജില്ലാ ആശുപത്രികളുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഊളംപാറ അങ്ങനെയൊക്കെയുള്ള മെൻ്റൽ ഹോസ്പിറ്റലുകളുണ്ടല്ലോ, അവിടെ നമ്മൾ എടുക്കാറില്ല. ഞാൻ പോയി തിരക്കിയിട്ടുണ്ട്, നേരിട്ട് പോയി തിരക്കിയിട്ടുണ്ട്, അവിടെ നമ്മൾ എടുക്കാറില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇൻറ്റേൺഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ 2023 മെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. എനിക്ക് നടന്നില്ല. 2023 സെപ്റ്റംബറിലൊക്കെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം റിപ്പോർട്ടൊക്കെ എഴുതി നമ്മൾ വെക്കണം. ആ റിപ്പോർട്ടൊക്കെ എഴുതി വെച്ച് ഞാൻ സൈൻ ചെയ്ത് കുഴച്ചു. എന്നിട്ട് ഡിസംബർ വെച്ചാണ്, പക്ഷേ എക്സാം വരുന്നത്, അവർ വൈവിക്ക് വിളിക്കുന്നത് ഏകദേശം ഈ ജൂൺ മാസത്തിലാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തോളം ഞാൻ അവിടെ റിപ്പോർട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി മാർക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കുന്ന ആഗസ്റ്റ് അവസാനം ആകുമ്പോഴേ മാർക്ക് അപ്ലോഡ് ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് വെച്ചതിന് ശേഷം ഏകദേശം 7-8 മാസത്തിന് ശേഷമാണ് അതിൻ്റെ മാർക്ക് എനിക്ക് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അത്രയും അത് ഭയങ്കര ഒരു മോസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ ഒരു സാധനം മാത്രം, ഈ ഒരു മാർക്ക് മാത്രം അപ്ലോഡ് ആയാൽ മതി. അത് ചെയ്യുന്നില്ല എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫർദർ സ്റ്റഡീസിന് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. അതെൻ്റെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പോൾ ഇനി ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ, പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ അങ്ങ് ചെയ്തേക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു ക്ലാസ്സും ഇല്ലായിരുന്നു. കാരണം ക്ലാസ് ഒന്നുമില്ല, സ്വന്തം നിലയിൽ നമ്മൾ പഠിക്കണം. പിന്നെ ഇവർ ഗൂഗിളിനകത്ത് യൂട്യൂബിനകത്തൊക്കെ പല ക്ലാസ്സുകളുണ്ട്. പക്ഷേ അത് ഞാൻ പലതും കണ്ടെടുക്കുന്ന വലിയ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ പെരിഫറൽ ലെവലിൽ പറഞ്ഞു പോയിരിക്കുന്ന ക്ലാസ്സുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർ എടുക്കാറില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ RCയിലൊക്കെ നമ്മൾ വിളിച്ച് അവരെടുക്കാറേ ഇല്ല. പിന്നെ നമ്മുടെ റീജിയണൽ സെൻ്റർ ആണെങ്കിൽ
സ്റ്റഡി സെൻ്ററാണ് പിന്നെ അവരെടുക്കും. പക്ഷേ RCയിൽ റീജിയണൽ സെൻറ്ററിലേക്ക് വിളിച്ച് അവർ കോൾ എടുക്കാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലാഗ്, നമ്മുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എക്സാം വാല്യുവേഷൻ വളരെ പൂറായിട്ടുള്ള എക്സാം വാല്യുവേഷനാണ്. ഞാൻ പറഞ്ഞു, പലപ്പോഴും നമ്മൾ അവരെ മനഃപൂർവ്വം നമ്മളെ തോപ്പിക്കുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. റീവാലുവേഷൻ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മാർക്ക് കൂടുതൽ ഇട്ട് തരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം പല കുട്ടികളും അതിനെതിരെ കംപ്ലൈൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. അത് വളരെ നെഗറ്റീവായിട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് കുറേയധികം പ്രാക്ടിക്കൽസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ റോർഷാർക്കിൻ്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ്, ബെക്കിൻ്റെ ഡിപ്രഷൻ ഇൻവെൻറ്ററി, ട്രോയമാൻ ടെസ്റ്റ് ഉണ്ട്, ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ഉണ്ട്, 16 BF ഉണ്ട്, സ്റ്റേറ്റ് റേറ്റ് ആൻസൈറ്റി ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറേയധികം ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ചിലപ്പം അവിടെ പോയി ചെയ്യണം. നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഒരു തവണ ഓൺലൈനായിട്ടായിരുന്നു ചെയ്തത്, കാരണം ആ സമയത്ത് കോവിഡ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബാക്കി സമയത്ത് നമ്മൾ അവിടെ പോയാണ് പ്രാക്ടിക്കൽസ് ചെയ്തത്. അപ്പോൾ ഒരു വർഷം ഒരു പ്രാക്ടിക്കലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിന് വൈവ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തവണ നടന്ന് ഞങ്ങൾ അവിടെ പോയി തന്നെ വൈവ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് വൈവ ഉണ്ടാവും. അത് വേറൊരു ഡേറ്റിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് പോയി നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് അതിൻ്റെ മാർക്കൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ആകും. വലിയ താമസമൊന്നും വന്നിട്ടില്ല. പിന്നെയുള്ള ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ പറയുക, ജില്ലാ ആശുപത്രികളൊക്കെ ഒന്ന് തിരക്കുക. ഇനി കിട്ടിയില്ല, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എറണാകുളം സാന്ത്വനയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പിനും പ്രാക്ടിക്കൽസിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന അതേ സമയം തന്നെ ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടേക്കാം. അതായത് ചില ആൾക്കാർക്ക് വേറെ ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പം ഒരു തവണ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തു, എനിക്ക് ആ തവണ ഇൻറ്റേൺഷിപ്പിന് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യണോ? ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. പ്രാക്ടിക്കൽസ് ആണ് അങ്ങനെ തന്നെ, നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എപ്പോഴാണോ അപ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഒരു 5,000 മുതൽ 15,000 രൂപ വരെ ഇതിൻ്റെ കോസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ പ്രോജക്റ്റാണ് പോസിറ്റീവ് സൈക്കോളജി ആണോ ബെസ്റ്റ് എന്നുള്ള. അതായത് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന ബാച്ചിന് മുന്നേ വരെ പ്രോജക്റ്റ് നിർബന്ധമായിരുന്നു. ഞങ്ങൾ ചേർന്നപ്പോഴാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ ആഡ് ചെയ്തത്. ഇത് ഇപ്പം പ്രോജക്റ്റ് ഓപ്ഷണലായിട്ട് വന്നു. അപ്പം ഞാൻ പ്രോജക്റ്റ് അല്ല എടുത്ത് പോസിറ്റീവ് സൈക്കോളജിയാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഗ്നോയിൽ ഗൈഡുമാരെ കിട്ടാൻ വളരെ പാടാണ്. ഗൈഡുമാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എക്സ്ട്രാ ഒത്തിരി എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സൈഡി പോലുള്ള റിസർച്ച് പോലുള്ള കോഴ്സുകളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രോജക്റ്റ് എടുക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള ചില സാക്രിഫൈസ് നിങ്ങൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് സൈഡിക്ക് പോകണം. സൈഡി എന്ന് പറഞ്ഞാൽ MA സൈക്കോളജി ചെയ്ത് ശേഷം ചെയ്യേണ്ട ഒരു കോഴ്സാണ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട്. അതിന് പോകണമെങ്കിൽ പക്ഷേ അവർ വിളിക്കുമ്പം നിംഹാൻസിലുണ്ട് PhD ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. പക്ഷേ അവർ മാനദണ്ഡമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞാൻ PG ലെവലിൽ ഇവിടെ പ്രോജക്റ്റ് എടുത്തിരിക്കണം എന്നൊരു മാനദണ്ഡം അവർ വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പം തെലങ്കാനയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോകണമെങ്കിലും സൈഡിയുടെ അവരൊരു മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ MA സൈക്കോളജി ചെയ്തപ്പോൾ ഞാൻ പ്രോജക്റ്റ് ചെയ്യണം എന്നൊരു മാനദണ്ഡം അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സൈഡിലേക്ക് പോകുന്നതിനകത്ത് ചില തടസ്സങ്ങളുണ്ട്. ഓക്കെ, പിന്നെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ എമർജിങ് ആയി വരുന്നൊരു ഫീൽഡാണ്. ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഫീൽഡാണ്. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പം പല ആൾക്കാർക്കും പോസിറ്റീവ് സൈക്കോളജി ഇഷ്ടമാണ്. കാരണം എന്താണെന്ന്, നമ്മൾ സൈക്കോളജിക്കകത്ത് പ്രധാനമായിട്ട് നെഗറ്റീവ് കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പോസിറ്റീവ് സൈക്കോളജി ആകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കോളജി പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ക്ലയൻറ്റുകൾ വന്ന് നിരന്തരം നെഗറ്റീവാണ് പറയുന്നതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ്സും നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാനും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരാളുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് പോസിറ്റീവ് സൈക്കോളജിയുടെ മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജി കറൻ്റ്ലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീൽഡാണ്. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ അത് ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ഞാനത് ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ ഈ 2 കോഴ്സുകളും ബാധിക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി
IIT അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി വളരെ എക്സ്പീരിയൻസ് ഉള്ള സംഗതിയാണ്. റിസർച്ച് അതുപോലെ തന്നെ, പ്രോജക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള ഈ PhD പഠനത്തിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള പേപ്പർ തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്ന് വിചാരിക്കുന്നു. വളരെ ഷോർട്ടായിട്ട് ഒരു ഇൻട്രോ എന്ന നിലയിൽ മാത്രം പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളിപ്പം ജോയിൻ ചെയ്യേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇഗ്നോയിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അനുഭവിക്കേണ്ടി പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ മറുപടി നൽകാവുന്നതാണ്. ഓക്കെ.